എല്ലാ സുഷുമ്നക്രിയാ യോഗികൾക്കും എൻ്റെ അനുഗ്രഹാശിസ്സുകൾ. ആത്മാവ് എങ്ങനെ ഉയർന്ന സൂക്ഷ്മലോകത്തേക്ക് പോകുന്നുവെന്നും ഒരു ബ്ലൂ പ്രിൻ്റ് എങ്ങനെ തയ്യാറാക്കുന്നുവെന്നും നമ്മൾ പഠിച്ചു. ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയ ശേഷം കർമ്മരേഖകളും ബാലൻസ് ഷീറ്റും നോക്കി ആത്മാവ് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഒരു ആയുസ്സിൻ്റെ കർമ്മങ്ങൾ എടുക്കണോ, അതോ 2 ആയുസ്സിൻ്റെ കർമ്മങ്ങൾ എടുക്കണോ, അതുമല്ലെങ്കിൽ 3 ആയുസ്സിൻ്റെ കർമ്മങ്ങൾ എടുക്കണോ എന്നത്. അടുത്ത ജന്മത്തിൽ ഒരാൾ സമ്പന്ന കുടുംബത്തിലാണോ, സാധാരണ കുടുംബത്തിലാണോ, അതോ ദരിദ്ര കുടുംബത്തിലാണോ ജനിക്കേണ്ടതെന്ന് ബ്ലൂ പ്രിൻ്റിലെ പ്രാരാബ്ധ കർമ്മത്തെ അടിസ്ഥാനമാക്കി ആത്മാവ് തീരുമാനിക്കും. ആണോ പെണ്ണോ ആയി ജനിക്കണമോ, സൗന്ദര്യത്തോടെ വേണോ, സാധാരണമായോ അതോ വിരൂപമായോ ജനിക്കണമോ, ഒരാൾ നല്ല ഉയരത്തിലോ ഇടത്തരം ഉയരത്തിലോ ഉണ്ടായിരിക്കണമോ, അതോ പൊക്കം കുറഞ്ഞതായിരിക്കണമോ എന്നതും. അതുമല്ല എങ്കിൽ പ്രത്യേക സഹായങ്ങൾ ആവശ്യമുള്ള വ്യക്തിയായി ജനിക്കണോ. ഇവയെല്ലാം ആഴത്തിലുള്ള ആത്മപരിശോധനയിലൂടെ ആത്മാവ് ഒരു തീരുമാനത്തിലെത്തിച്ചേരും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം. എന്തിനാണ് ആരെങ്കിലും ദരിദ്രനോ ഭംഗിയില്ലാത്തവനോ പ്രത്യേക ആവശ്യക്കാരനോ ആയി ജനിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലേ? 3 ആയുസ്സിലെ കർമ്മങ്ങളെ സന്തുലിതമാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേക ആവശ്യങ്ങളുള്ള ഒരു വ്യക്തിയായി ജനിക്കാൻ തിരഞ്ഞെടുക്കും, അഥവാ സ്പെഷ്യൽ നീഡ്സ്. കാരണം ആ സമയത്ത് അവർ ആത്മാവിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. ആത്മാവിൻ്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കർമ്മങ്ങളെ സന്തുലിതമാക്കുന്നതായി അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ 3 ജീവിതകാലം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുകയില്ല. എന്നാൽ പ്രത്യേക ആവശ്യക്കാരനായ ഒരു വ്യക്തിയായി ജനിച്ച ശേഷം അവർ മായയാൽ വലയം ചെയ്യപ്പെടുകയും കഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ആരോഗ്യമുള്ളവരും സന്തുഷ്ടരുമാണെന്ന് അവർ ചിന്തിക്കുകയും എന്തിനാണ് ദൈവം അവരെ ഇങ്ങനെ ആക്കിയത് എന്ന ചിന്തയാൽ അവർ വളരെയധികം വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. മുൻജന്മത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവൻ ധർമ്മത്തിൽ അധിഷ്ഠിതമല്ലാത്തവയും ആത്മാവിൻ്റെ തലത്തിൽ ആത്മീയമായി ഒന്നും നേടാതെ ആ ജീവിതകാലം പാഴാക്കിയവനും ആയതിനാൽ ഇപ്പോൾ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ചിലർ വിദൂര ഗ്രാമപ്രദേശങ്ങളിലോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലോ ഉള്ള പ്രകൃതിയോട് ചേർന്ന് അവർ ആത്മാവിന്റെ തലത്തിൽ ചില ആത്മീയ പുരോഗതി കൈവരിക്കുന്നു. അവർ പ്രാരാബ്ധ കർമ്മത്തിൽ നിന്ന് മുക്തരാകുന്നു. എന്നാൽ ആത്മാവ് ദരിദ്രനായി ജനിക്കാൻ തീരുമാനിക്കുന്ന ചില സന്ദർഭങ്ങളിൽ പ്രാരാബ്ധ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായേക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഫലവത്താവണമെന്നില്ല. ആത്മീയമായി ഒരു പുരോഗതിയും കൈവരിക്കാതെ ദൈനംദിന ഭക്ഷണം സമ്പാദിക്കുന്നതിലൂടെ ഒരു മുഴുവൻ ജീവിതവും പാഴാക്കി കളയുന്നു. ചില സന്ദർഭങ്ങളിൽ ആത്മാവിന് ധർമ്മപ്രകാരമോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. അതുപോലെ മുൻജന്മത്തിൽ ദരിദ്രനായി ജനിച്ച ഒരാൾ ഈ ജന്മത്തിൽ സമ്പന്ന കുടുംബത്തിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കും. അതിനുശേഷം വിചാരിക്കും, എന്നിൽ ആവശ്യത്തിന് പണമുണ്ടാകും, എനിക്ക് വേണ്ടത്ര ചെലവഴിക്കാൻ കഴിയും, എൻ്റെ പ്രാരാബ്ധ കർമ്മം കുറയ്ക്കുന്നതിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും, എൻ്റെ ആത്മാവിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും കഴിയുമെന്ന്. ഞാൻ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ഇത് എളുപ്പമായിരിക്കും എന്നും ചിന്തിക്കും. ചില സന്ദർഭങ്ങളിൽ അത്തരം തിരഞ്ഞെടുക്കലുകൾ നന്നായി പ്രവർത്തിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് പ്രവർത്തിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ
അടുത്ത ജന്മത്തിൽ ആത്മാവ് ഇടത്തരം കുടുംബത്തിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കും. ഈ രീതിയിൽ അത് പരീക്ഷണത്തിലൂടെയും പിഴവിലൂടെയും തുടർച്ചയായി ശ്രമിക്കുന്നു. നിരവധി ജന്മങ്ങൾക്ക് ശേഷം അത് വിജയിച്ചേക്കാം. അതുപോലെ സുഷുമ്നക്രിയ ധ്യാനം പരിശീലിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ വളരെ വേഗത്തിൽ ഇല്ലാതെയാകുന്നു. സുഷുമ്നക്രിയ യോഗ ധ്യാനത്തെ ഞാനിവിടെ പ്രത്യേകം പരാമർശിക്കുന്നതിന്റെ കാരണം ഈ പ്രക്രിയ 4 ധ്യാന സാങ്കേതികതയുടെ സംയോജനമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മികച്ച അവസരമുണ്ട്. അതിനാൽ ഈ ജന്മത്തിൽ തന്നെ ഈ അവസരം നിങ്ങൾ എല്ലാവരും തീർച്ചയായും പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരീരം എങ്ങനെ ഭംഗിയായി ഉപേക്ഷിക്കാമെന്നും അതിനുശേഷം ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട അവബോധം എങ്ങനെയാണെന്നും ആത്മാവ് ഉയർന്ന സൂക്ഷ്മ ലോകങ്ങളിലേക്ക് എങ്ങനെ നീങ്ങണമെന്നും ഇപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കും. ചില കർമ്മങ്ങൾ സന്തുലിതമാകണമെങ്കിൽ മറ്റൊരു ജന്മം എടുക്കുക എന്നതാണ്. അതിനായി നമ്മുടെ ബ്ലൂ പ്രിന്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ധാരണയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓം സുഷുമ്ന.